എല്ലാ മത്സരങ്ങളും പ്രധാനമാണ്. അതുകൊണ്ട് ഞാനത് ടൈറ്റ് അല്ലെങ്കിൽ ഈസി എന്നൊന്നും പറയുന്നില്ല. സമാധാനപരമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുകയും ഈ ഒരു പേസിൽ പോളിംഗ് നടക്കുകയും ചെയ്താൽ നല്ല വിജയം UDF-നുണ്ട്. എല്ലാവരും 6 മണി വരെ ജാഗ്രതയോടുകൂടി പോളിംഗ് ബൂത്തിനകത്തും പുറത്തും ഉണ്ടാവണമെന്നാണ് എനിക്ക് UDF പ്രവർത്തകരോട് പറയാനുള്ളത്. നമസ്കാരം. തിരുവനന്തപുരം സെൻട്രലിലെ UDF സ്ഥാനാർത്ഥി നിലവിലിപ്പോൾ വോട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് വിജയപ്രതീക്ഷ? വിജയപ്രതീക്ഷ 100%. സമാധാനപരമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുകയും ഈ ഒരു പേസിൽ പോളിംഗ് നടക്കുകയും ചെയ്താൽ നല്ല വിജയം UDF-നുണ്ടാവും. അത് ഇവിടെ മാത്രമല്ല, സിറ്റിയിലും കേരളത്തിലും ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ടൈറ്റ് മത്സരമാണോ എന്ന് എല്ലാ മത്സരങ്ങളും പ്രധാനമാണ്. അതുകൊണ്ട് ഞാനത് ടൈറ്റ് അല്ലെങ്കിൽ ഈസി എന്നൊന്നും പറയുന്നില്ല. എല്ലാവരും 6 മണി വരെ ജാഗ്രതയോടുകൂടി പോളിംഗ് ബൂത്തിനകത്തും പുറത്തും ഉണ്ടാവണമെന്നാണ് എനിക്ക് UDF പ്രവർത്തകരോട് പറയാനുള്ളത്. കുടുംബസമേതം. അത് കുറേ നാളായി എല്ലാവരും കൂടെ വന്നിട്ട്. അതെ, ഭാര്യ അരുണ. ഈ കുറച്ച് ദിവസങ്ങളായി വലിയ തിരക്കിലാണ്. ആളെ കിട്ടാറുണ്ടോ വീട്ടിൽ? ആ വീട്ടിൽ ഇപ്പോൾ ഇവിടെ തന്നെയല്ലേ വീട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവർ രണ്ടാളാണ് അതിഥികൾ, പുറത്തുള്ളവർ. ഞാൻ വർക്ക് ചെയ്യാണ്, പുറത്ത് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ പഠിച്ച സ്കൂളാണിത്. രണ്ടാളും പഠിച്ച സ്കൂളാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്? അല്ലല്ലോ, നാട്ടിൽ വരാറുണ്ട്. ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ആദ്യം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. സ്കൂൾ ലീഡർ ആയിരുന്നു രണ്ടാമത്തെ. അഞ്ജന. എന്താ ചെയ്യുന്നത്? ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്, പ്രതീക്ഷയുണ്ട്. എന്തായാലും വേറെ വിജയപ്രതീക്ഷയോട് കൂടിയാണ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ഇവർ മൂന്നാളും ഈ സ്കൂളുകാരാ, കോട്ടൺ ഹില്ലുകാരാ. ഞാൻ മാത്രമേ ഇവിടെ പഠിച്ചില്ല. ഗേൾസ് സ്കൂൾ. ഓക്കെ. ഫാമിലി ആയിട്ടാണ് CP ജോണും എല്ലാവരും പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെ കോട്ടൺ ഹിൽസ് സ്കൂളിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അമ്മയും മക്കളും 3 പേരും ഇവിടെയാണ് പഠിച്ചത്. ഇത് ഗേൾസ് സ്കൂൾ ആയതുകൊണ്ട് CP ജോണിന് ഇവിടെ പഠിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയാണ് CP ജോൺ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥി കരമന ജയനാണ്. അതുകൂടാതെ CPM-ൻ്റെ സ്ഥാനാർത്ഥി സുധീർ കരമനയാണ്. കടുത്ത മത്സരം തന്നെയായിരിക്കും ഇവിടെ നടക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത്. വലിയ വിജയപ്രതീക്ഷയാണ് UDF-നെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ഉടനീളം നിലവിലിപ്പോൾ നേതാക്കളെല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നത്. 100-100-ലധികം അല്ലെങ്കിൽ 80-85 സീറ്റുകൾ എന്നിങ്ങനെയുള്ള നിരവധി പ്രവചനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് UDF നിലവിൽ കരുതുന്നത്, ആഗ്രഹിക്കുന്നത്, പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.